ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്നാണ്. നമ്മൾ ഒരുപാട് തവണ കേട്ട ഒരു വേദഭാഗമായിരിക്കാം. അതിങ്ങനെയാണ്, 12-ാം അധ്യായം. അതിനകത്ത് ഇങ്ങനെ പറയുന്നു, അവൻ്റെ 36-ാം വാക്യം: എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ചെറിയ വായിലൂടെ വരുന്ന വാക്കുകൾ, ഹല്ലേലൂയ, എവറി വേർഡ് ദാറ്റ് ഈസ് സ്പോക്കൺ ത്രൂ അവർ മൗത്ത് ഇറ്റ് ഈസ് ഹാവിങ് എ പവർ. ഹല്ലേലൂയ. ഇതിനകത്തൊരു ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ അകത്ത് കോണ്ടസ്റ്റ് നമുക്കറിയാം. അല്ലെങ്കിൽ ഒരു ഉമ്മനായ ഒരു ഭൂതഗ്രസ്തനെ കർത്താവ് സൗഖ്യമാക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന ജനസമൂഹം തന്നെ എതിർക്കുകയും അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, അല്ലെങ്കിൽ ബെൽസബൂലിനെ കൊണ്ടിട്ടാണ് ഈ ഭൂതത്തെ പുറത്താക്കിയെന്ന് പറയുന്ന ഒരു അനുഭവം. അതിനുശേഷം മനുഷ്യൻ്റെ ഹൃദയത്തിനുള്ള ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ പ്രസ്താവിക്കുന്നത്. അതിനുശേഷം കർത്താവ് മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ നാം ഉത്തരം കൊടുക്കേണ്ടി വരും. പ്രിയ ദൈവമക്കളെ, നമ്മൾ പറയുന്ന ഓരോ വാക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ. നമ്മൾ സദൃശവാക്യങ്ങളിലേക്ക് പഠിക്കുമ്പോൾ മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ നല്ലത് സംസാരിച്ചാൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം സദൃശവാക്യം പഠിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഹല്ലേലൂയ, നല്ല മനുഷ്യൻ തൻ്റെ നല്ല വായ കൊണ്ട് തൻ്റെ വായുടെ ഫലം കൊണ്ട് നന്മ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ കേവലം കഠിനാധ്വാനം കൊണ്ട് നന്മ അനുഭവിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ നല്ല വാക്കുകൾ, ഹല്ലേലൂയ, നമ്മൾ പരസ്പരം പറയുകയും നമ്മളെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചാണെങ്കിലും, ഹല്ലേലൂയ, ഒരു പക്ഷേ റിയാലിറ്റി ചീഞ്ഞു നാറിയ ഒരവസ്ഥയാണെങ്കിൽ പോലും വിശ്വാസത്താൽ നല്ലത് പറയാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ എഹെസ്കേലിനോട് പറഞ്ഞു, ഏറ്റവും ഉണങ്ങിയ അസ്ഥികളോട് പോലും അവയോട് ഒരു സൈന്യമായി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സകല പിറുപിറുപ്പും മാറ്റി, നമ്മുടെ സകല നെഗറ്റീവായിട്ടുള്ള വാക്കുകളും മാറ്റി വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ആയതിനാൽ ഈ ദിവസങ്ങൾ ആ സ്വസ്ഥത, ആ കർത്താവിന് നിത്യരാജ്യം നമുക്ക് അവകാശമാക്കണം. ആ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കണം. അതുകൊണ്ട് തന്നെ ദൈവവചനം പറയുന്ന പോലെ നമ്മുടെ വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായിരിക്കും. ഈ ചെറിയ ചിന്തയാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.